നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൊബൈൽ ബ്രാൻഡ് ആഫ്രിക്കയിൽ ലോഞ്ച് ചെയ്യാം. ഇന്ത്യൻ മെയ്ഡ്, ഒരു ഇന്ത്യൻ കമ്പനി ആഫ്രിക്കയിലേക്ക് വരുന്നു, പ്രൈഡ് ഓഫ് ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു അസംബിൾ ചെയ്യാനുള്ള യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചൈനയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ പാർട്സുകൾ, ചിപ്പുകൾ കൊണ്ടുപോയിട്ട് അവിടെ അസംബിൾ ചെയ്യുക മാത്രം ചെയ്താൽ പോലും അവിടുത്തെ മെയ്ഡ് ഇൻ ആഫ്രിക്കയുടെ പ്രൈഡ്, ആഫ്രിക്കയുടെ സാധനങ്ങളിലോട് അവർ വളരെ അഭിമാനത്തോടെയാണ് ആഫ്രിക്കൻസ് പലപ്പോഴും യൂസ് ചെയ്യുന്നത്. യെസ്, ഇസ് മെയ്ഡ് ഇൻ ആഫ്രിക്ക, ഞങ്ങളുടെ രാജ്യത്തുണ്ടാക്കിയതാണ്, ഞങ്ങളുടെ പ്രോഡക്റ്റാണ് എന്നുള്ളൊരു ആവേശത്തോടെ ഇതിനെയൊക്കെ സ്വീകരിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ട് ആഫ്രിക്കൻസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു സ്ഥാപനം, ഒരു മൊബൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ്, അസംബ്ലിങ് യൂണിറ്റ് തുടങ്ങിയിട്ട് അവരുടെ പേരിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ ബ്രാൻഡ് എന്ന നിലയിൽ അവിടെ കൊണ്ടുവരാം. ഇനി അതല്ല എങ്കിൽ അതുപോലെയുള്ള ആക്സറീസ്, പിന്നെ ഹെഡ്ഫോൺസ്, അതുപോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ അസംബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല രാജ്യങ്ങളിലും ടാക്സ് ഹോളിഡേ കിട്ടും. 3 വർഷം മുതൽ 10 വർഷം വരെയൊക്കെ ടാക്സ് ഹോളിഡേ കിട്ടുന്ന രാജ്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്ന് സർക്കാരിന് ടാക്സ് കൊടുക്കേണ്ട, സർക്കാരിൻ്റെ സപ്പോർട്ട്, ഈവൻ നിങ്ങൾക്ക് അവിടുത്തെ ഒരുപക്ഷെ അവിടുത്തെ പ്രസിഡന്റിനെയോ അവിടുത്തെ ഉന്നതമായിട്ടുള്ള ഒഫീഷ്യൽസിനെയോ കൊണ്ടുവന്ന് പോലും ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക പറ്റും. അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു പ്രൊമോഷന് വേണ്ടിയൊക്കെ അവർ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യും. കാരണം അവിടെ ബിസിനസ് വരികയാണ്, അവിടെ തൊഴിൽ കിട്ടുകയാണ്, ആ രാജ്യത്തേക്ക് പിന്നെ പണം വരികയാണ്, വികസനം വരികയാണ്. സോ ഗവൺമെൻറ്റും അതിനെ സപ്പോർട്ട് ചെയ്യും. സോ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ആർ ഓൾവേസ് വൈഡ്. If you want to change your life, change now. Life never be the same again.